അതെ ഗൗരി, നിർത്തിക്കോ നീ. ഇനി നീ വീട്ടിൽ പൊക്കോ. ശിവം തന്റെ ഭാര്യ ഗൗരിയോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. അവര് പാവപ്പെട്ടവരായതുകൊണ്ട് നാട്ടിലെ വലിയൊരു മുതലാളിയുടെ കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവരുടെ വീട്ടിലെത്തി. അല്ല ഗൗരി, ഇന്ന് കഴിക്കാൻ എന്താ ഉണ്ടാക്കിയത്? കുറച്ച് പരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെന്താ, നീ ഉണ്ടാക്കുന്ന കിച്ചടി ഹോട്ടലിലെ ആഹാരത്തിനേക്കാളും രുചിയുള്ളതാണല്ലോ. ശിവം പറഞ്ഞത് കേട്ട് ഗൗരിക്ക് നാണം വന്നു. പക്ഷെ ഈ സന്തോഷം അധികം നാള് നിന്നില്ല. ഒരു നാൾ നാട്ടിൽ മഴയും വെള്ളപ്പൊക്കവും വന്ന് എല്ലാവരുടെയും വീടും കൃഷിഭൂമിയും നഷ്ടപ്പെട്ടു. അതിനുശേഷം അവരുടെ കാര്യം വലിയ കഷ്ടത്തിലായി. എന്തു ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാ പിന്നെ നമുക്ക് നഗരത്തിലോട്ട് പോയാലോ? അവിടെ എന്തെങ്കിലൊക്കെ ജോലി കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ പറഞ്ഞ വളരെ ശരിയാ. അല്ലെങ്കിലും ഈ ഗ്രാമത്തിൽ നമുക്ക് ആരാ ഉള്ളത്? അടുത്ത ദിവസം തന്നെ ഗൗരിയും ശിവവും നഗരത്തിലേക്ക് പുറപ്പെട്ടു. കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി അവര് രണ്ടുപേരും അവിടുന്ന് പുറപ്പെട്ടു. വെള്ളത്തിലൂടെ നടന്ന് അവരാദ്യം ബസ് സ്റ്റാൻഡിൽ പോയി നേരെ നഗരത്തിലെത്തി. തൽക്കാലം ഇന്നിവിടെ തങ്ങാനുള്ള വഴി നോക്കാം. എന്നിട്ട് നാളെ ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ശരി, ദൈവം എന്തായാലും ഇത്രയൊക്കെ നമ്മളിവിടെ എത്തിച്ചില്ലേ, എന്തെങ്കിലും വഴി കാണിച്ചു തരും. അങ്ങനെ അവര് രണ്ടുപേരും ആ ബസ് സ്റ്റോപ്പിൽ തന്നെ രാത്രി കിടന്ന് ശിവം രാവിലെ ആയപ്പോ ജോലി തപ്പി ഇറങ്ങി. രാവിലെ മുഴുവൻ നടന്നിട്ടും അവന് ജോലിയൊന്നും കിട്ടിയില്ല. എന്തു പറ്റി? ജോലിയൊന്നും കിട്ടിയില്ലേ? ഓ, എവിടുന്ന്? എനിക്കാണ് നല്ല വിശപ്പുണ്ട്. നീയും രാത്രി തൊട്ടൊന്നും കഴിക്കാതിരിക്കുന്നതല്ലേ? ആ ശരി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇതാ അവിടെ ഒരു തട്ടുകടയുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി നോക്കാം. ചേട്ടാ, 2 പ്ലേറ്റിന് എത്രയാ? ഒരു പ്ലേറ്റിന് 100 രൂപയാ, 2 എണ്ണത്തിന് 200 രൂപയാകും. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ഭക്ഷണത്തിന് എന്ത് വിലയാ? നിങ്ങൾ നഗരത്തിൽ ആദ്യമായിട്ടാണോ? കയ്യിൽ കാശൊന്നും ഇല്ലാതെയാണോ രണ്ടുപേരും കഴിക്കാനായി വന്നത്? ഒന്നും മിണ്ടാതെ തന്നെ രണ്ടുപേരും 2 പ്ലേറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങിയതോടെ അയ്യേ, എന്റെ ദൈവമേ, ഇത്രയും വില കൂടിയ ഭക്ഷണത്തിന് ഒരു രുചിയില്ലല്ലോ. മട്ടർ പനീർ എന്ന് പറഞ്ഞിട്ട് ഒരു മസാലയില്ലല്ലോ. സത്യം പറയാലോ, ഉപ്പും ഇല്ല, എരിവും ഇല്ല. നമ്മുടെ പൈസ പോയെന്ന് പറഞ്ഞാ മതി. വളരെ ബുദ്ധിമുട്ടോടെ കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ കൊടുത്ത് അവരവിടെ നിന്നങ്ങ് പോയി. ഇതിനേക്കാളും നന്നായിട്ട് മട്ടർ പനീർ ഉണ്ടാക്കാൻ എനിക്കറിയാം. ആണോ? അതൊരു പുതിയ അറിവാണല്ലോ. ഇതുവരെ നീ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിലേ നീ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കാണിച്ചേ. നാളെ തന്നെ ഞാൻ എല്ലാ സാധനവും വാങ്ങിത്തരാം. ശിവം തന്റെ കയ്യിലുള്ള ബാക്കി പൈസ കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഗൗരി ഇഷ്ടിക കൊണ്ട് അടുപ്പ് കൂട്ടി ഒരു പാത്രത്തിൽ മട്ടർ പനീർ ഉണ്ടാക്കാൻ തുടങ്ങി. ശിവം മട്ടർ പനീർ വായിൽ വെച്ചപ്പോൾ തന്നെ എന്താ ഗൗരി, ശരിയാണല്ലോ. ഈ മട്ടർ പനീർ അയാളുണ്ടാക്കിയതിനേക്കാളും അടിപൊളിയാണല്ലോ. ഇത് വെച്ച് നമുക്കൊരു തട്ടുകട തുടങ്ങിയാലോ? അത് നല്ലതാണ്. നിങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നാ മട്ടർ പനീർ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രണ്ടുപേരുടെ ഉള്ള സമ്പാദ്യം വെച്ച് അവരൊരു ഉന്തുവണ്ടി വാങ്ങിച്ച് ബാക്കിയുള്ള പൈസ കൊണ്ട് വാടകയ്ക്കൊരു മുറിയെടുത്തു. എന്നും അവർ ചോറ്, ചപ്പാത്തി, മട്ടർ പനീർ ഉണ്ടാക്കും. എന്നിട്ടത് വിൽക്കും. നല്ല സ്വാദുള്ളതുകൊണ്ടും ആൾക്കാരവിടെ കഴിക്കാൻ വരും. അങ്ങനെ അവർക്ക് നല്ല വരുമാനവും വന്നു. ഗൗരിയും ശിവവും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൊക്കമുള്ള 2 ആൾക്കാർ വന്നു. അതെ, കഴിക്കാൻ വല്ലതും ഉണ്ടോ ഇവിടെ? വരൂ, കഴിക്കാനുണ്ടല്ലോ. കഴിക്കാൻ ചപ്പാത്തി, ചോറ്, മട്ടർ പനീറുണ്ട്. എന്നാ 2 എണ്ണം വെച്ചെടുത്തോ. അങ്ങനെ ശിവം 2 പേർക്ക് 2 പ്ലേറ്റിൽ കഴിക്കാൻ കൊടുത്തു. അങ്ങനെ അവരത് കഴിക്കാനും തുടങ്ങി. അവർക്ക് മട്ടർ പനീർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അടിപൊളി, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, അതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാ പോട്ടെ. അല്ല ചേട്ടാ, പൈസ തന്നില്ല. പൈസയോ? അതെ, പൈസ. ശിവം തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസയും നാണയങ്ങളും പുറത്തെടുത്തു. 2 പേരും ആ നാണയം ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് തന്റെ സഞ്ചിയിൽ നിന്നും 4 നാണയങ്ങളെടുത്ത് ശിവന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത്രയും മതിയാകുവോ, അതോ ഇനിയും വേണോ? ദൈവമേ, ഇത് സ്വർണ്ണ നാണയമല്ലേ? അടുത്ത ദിവസം വീണ്ടും അവരവിടെ കഴിക്കാനായിട്ട് വന്നു. അതെ, ഭക്ഷണം എടുത്തോളൂ. ഗൗരി അവർക്ക് 2 പേർക്കും ഭക്ഷണം എടുത്തു കൊടുത്തു. എന്നിട്ടോ പനീറും ചോറും കൂടുതലിട്ടു. അവര് 2 പേരും വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഭിക്ഷക്കാരൻ അവിടെ വന്നു. ചേട്ടാ, നന്നായി വിശക്കുന്നുണ്ട്. കഴിക്കാൻ പച്ചച്ചോറാണെങ്കിലും തന്നാ മതി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതിനെന്താ ചേട്ടാ, അവിടെ ഇരുന്നോളൂ, ഞാൻ നിങ്ങൾക്കും ആഹാരം തരാം. ഗൗരി അയാൾക്കും ഭക്ഷണം എടുത്തു കൊടുത്തു. ഇത് കണ്ട 2 പേർക്കും ഒരുപാട് സന്തോഷമായി. ഇപ്രാവശ്യം 5 സ്വർണ്ണ നാണയങ്ങളാണ് കൊടുത്തത്. നിങ്ങൾ 2 പേരും നല്ലവരാണ്. ഇതുപോലെ എല്ലാവരെയും എന്നും സഹായിക്കണം. അങ്ങനെ എന്നും അവര് 2 പേരും അവരുടെ തട്ടുകടയിൽ വന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് എന്നും സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുന്നത് ശീലമാക്കി. എന്നിട്ടൊരു ദിവസം, അല്ല ഗൗരി, 2 ദിവസമായി അവര് വരുന്നില്ലല്ലോ. ചിലപ്പോ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞു കാണും. പക്ഷെ അവര് നമുക്ക് ഒരുപാട് പൈസ തന്നില്ലേ. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാ.
എന്നാലേ നമുക്ക് വൈകുന്നേരം ഇത് സ്വർണ്ണക്കടക്കാരന് കൊടുത്തിട്ട് എത്ര കിട്ടുമെന്ന് നോക്കിയാലോ? വൈകുന്നേരം അവർ സ്വർണ്ണക്കടക്കാരന്റെ അടുത്ത് പോയി അവർക്ക് സ്വർണ്ണ നാണയത്തിനു പകരം നിറയെ പണം തിരികെ കൊടുത്തു. ആ പണം കൊണ്ട് അവരൊരു പുതിയ വീട് വെച്ചു. അതിനുശേഷം അവര് നല്ലൊരു ഭൂമി വാങ്ങി അതിലവർ സ്വന്തമായി ഹോട്ടലും പണിതു. അങ്ങനെ ഇരിക്കവേ അവരുടെ അടുത്തേക്ക് 2 ഭിക്ഷക്കാര് വന്നു. ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും തരുവോ? ഞങ്ങൾ 2 വൃദ്ധന്മാർക്ക് കയ്യിൽ പൈസ ഒന്നുമില്ല, വിശന്നിട്ടാണ് വയ്യ. ആഹാ, കട തുറന്നതും പിച്ചക്കാരാണല്ലോ വന്നിരിക്കുന്നേ. പോ, ഇവിടെ ഒന്നുമില്ല, വിട്ടോ. ഇത് കേട്ടതോടെ ആ 2 പിച്ചക്കാര് രൂപം മാറി. അവര് തന്നെയാണ് പണ്ട് ശിവത്തിന് സ്വർണ്ണനാണയം കൊടുത്തവർ. ശരിക്കും യമരാജനും ചിത്രഗുപ്തനുമായിരുന്നു. നിങ്ങൾ ഈ ചെയ്തത് നന്നായില്ല. പാവപ്പെട്ടവനായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ദയയും കരുണയും ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ അവസ്ഥ മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണ നാണയങ്ങൾ തന്നിരുന്നത്. സമ്പത്ത് വന്നപ്പോൾ നിങ്ങൾ 2 പേരും അഹങ്കാരികളായി മാറിയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആവാൻ പോകുന്നു. പെട്ടെന്നൊരു വെളിച്ചം വന്ന് അവര് 2 പേരും ഉണ്ടാക്കിയ ഹോട്ടലും കാണാതെയായി. വെറും ഭൂമി കണ്ട് 2 പേരും കരയാൻ തുടങ്ങി. അവരപ്പ തന്നെ അവരുടെ വീടിന്റെ അടുത്തേക്ക് പോയപ്പോ ബംഗ്ലാവ് പോലെ ഉണ്ടായിരുന്ന വീട് പഴയ വീടായി മാറി. അവരുടെ ഉന്തുവണ്ടിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2 പേരും കുറെ ദിവസത്തേക്ക് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവർ വീണ്ടും തട്ടുകടയിട്ടു. പണ്ടത്തെ പോലെ തന്നെ മട്ടർ പനീറും ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അതെ ചേട്ടാ, വിശന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും തരുവോ? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ആ, കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കൂ, ഞാൻ ഭക്ഷണം തരാം. അങ്ങനെ അവര് 2 പേരും ആ ഭിക്ഷക്കാരന് സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്തു. അയാൾ അവിടുന്ന് കഴിച്ചങ്ങ് പോയി. അങ്ങനെ ഒരു ദിവസം അവന്റെ ഉന്തുവണ്ടി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു പെട്ടിയിൽ മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അവര് കണ്ടു. ഗൗരി, ഇത് കണ്ടോ? സ്വർണ്ണ നാണയങ്ങളാണ്. ദൈവം നമ്മളോട് ക്ഷമിച്ചെന്ന് തോന്നുന്നു. 2 പേരും സ്വർണ്ണ നാണയം കണ്ടതിന്റെ സന്തോഷത്തിൽ നേരെ മട്ടർ പനീറിലേക്കൊന്ന് നോക്കി. ഇപ്പൊ അവർക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന്, എന്ത് ചെയ്യണ്ട എന്നും. മോളെ, ഇന്ന് നിന്റെ ആദ്യത്തെ അടുക്കളയല്ലേ? നമ്മുടെ കുടിലിന്റെ പിറകിൽ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്, നീ അവിടെ പാചകം ചെയ്തോ. അമ്മേ, ഞങ്ങളും മണ്ണടുപ്പിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പറയൂ, എന്താ വേണ്ടത് കഴിക്കാൻ? ഒരു കാര്യം ചെയ്യൂ മോളെ, എല്ലാവർക്കും 4 റൊട്ടി ഉണ്ടാക്ക്. ഞാൻ അപ്പോഴേക്കും ഉള്ളി അരിയാം. അപ്പോൾ പായലിന്റെ നാത്തൂൻ മോഹിനി വന്നു. അമ്മേ, ഇന്ന് ആദ്യമായിട്ടല്ലേ ചേച്ചി വീട്ടിൽ വന്നത്? ഉള്ളിറൊട്ടിയാണോ കൊടുക്കുന്നത്? പിന്നെ എന്തു ചെയ്യാനോ മോളെ? മോഹൻ വെളിയിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. പിന്നെ പായൽ എല്ലാവർക്കും റൊട്ടിയുണ്ടാക്കി. എല്ലാവരും ഇരുന്ന് ഭക്ഷണവും കഴിച്ചു. എല്ലാവരും കഴിച്ചിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം മോഹൻ വേഗം എഴുന്നേറ്റു. അവൻ തന്റെ സഞ്ചിയെടുത്ത് പുറത്തേക്ക് നടന്നുപോയി. ഇപ്പോൾ എല്ലാവരും ചപ്പുചവറുകൾ വഴിയിലിടുന്നത് തന്നെ നിർത്തി. അപ്പോൾ മോഹന് ചവിറ്റുകൊട്ട കാണാൻ പറ്റി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് വേണ്ടതെല്ലാം ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ കാണും. അതിൽ ഭക്ഷണത്തിന്റെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് പൊറോട്ടയും മട്ടർ പനീറും ചോറുമുണ്ട്. ഈ ഭക്ഷണം എടുത്തുകൊണ്ട് പോയാലോ? എന്നാൽ ഭക്ഷണം നല്ലതായിരിക്കുമോ? ഇപ്പോഴും അത് ചീത്തയായിട്ടില്ല. മോഹൻ അവിടെയുള്ള ഭക്ഷണങ്ങളെല്ലാം തന്റെ സഞ്ചിയിലെടുത്ത് വെച്ച് അവിടെ നിന്നും മടങ്ങിപ്പോയി. പതുക്കെ വൈകുന്നേരമായി. വൈകുന്നേരം പായലിന്റെ നാത്തൂൻ പറഞ്ഞു, ചേച്ചി, ഇന്ന് ഞായറാഴ്ച ദിവസമാ. നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ചന്തയുണ്ടിന്ന്. വാ, നമുക്ക് പോയി കാണാം. അതേ മോഹിനി, ഞാനും നിന്നോടിതാ പറയാൻ വന്നത്. പായലും മോഹിനിയും ചന്തയിലേക്ക് പോയി. എന്നാൽ അവരുടെ കയ്യിൽ പൈസയില്ലായിരുന്നു ഷോപ്പിംഗ് ചെയ്യാൻ. ബസാർ പോയി കണ്ടപ്പോൾ അവരുടെ മനസ്സ് തന്നെ നിറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മോഹിനി ഒരു മോമോസ് കട വളരെ ശ്രദ്ധയോടെ നോക്കി. എന്താ മോഹിനി, നിനക്ക് മോമോസ് കഴിക്കാൻ ഇഷ്ടമാണോ? ചേച്ചി, ഇന്ന് വരെ ഞങ്ങൾ ആരും മോമോസ് കഴിച്ചിട്ടില്ല. കണ്ടിട്ടെനിക്ക് കൊതി വരുന്നു. വാ, നമുക്ക് കടയിലേക്ക് പോകാം. എനിക്കും വേണം മോമോസ്. അതെ ചേച്ചി, നിങ്ങൾ പറഞ്ഞത് ശരിയാ. 2 പേരും മോമോസ് കടയുടെ നേരെ നടന്നുപോയി. അവർ അവിടെ തന്നെ നിന്നു. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, ആ പെങ്ങന്മാരെ, എത്ര പ്ലേറ്റ് മോമോസ് വേണം? വേണ്ട വേണ്ട ചേട്ടാ, ഞങ്ങൾ മോമോസ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വന്നതാ. ഞങ്ങളുടെ കയ്യിൽ മോമോസ് കഴിക്കാനുള്ള പൈസയില്ല. വേറെ പണിയില്ലേ? നിങ്ങളെ പോലെയുള്ള പിച്ചക്കാർ പിച്ചയെടുക്കാൻ വരും. പൊയ്ക്കോ ഇവിടെ നിന്ന്. ഇവിടെ ഫ്രീ ആയി ഒന്നും കിട്ടില്ല. അങ്കിളിനെന്താ വട്ടായോ? ഞങ്ങളെപ്പോഴാ ഭിക്ഷയായി ചോദിച്ചത്? മോഹിനി, പോകാം. അയാളോട് വഴക്കിടണ്ട. നമ്മുടെ കയ്യിൽ പൈസയില്ലാതെ ഇവിടെ വെറുതെ നിന്നാൽ അയാൾ അങ്ങനെ തന്നെ പറയും. പായലും മോഹിനിയും അപ്പോൾ തന്നെ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നുപോയി.
മോഹിനി, എങ്ങനെയാ മോമോസ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാനിപ്പോൾ പഠിച്ചു. മോമോസ് ഉണ്ടാക്കാനുള്ള സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാളേക്കാൾ നല്ല സ്വാദുള്ള മോമോസ് ഉണ്ടാക്കിത്തരാം. കൊള്ളാമല്ലോ ചേച്ചി, താങ്കളൊരു സംഭവം തന്നെ. അങ്ങനെ പായൽ ഭക്ഷണമുണ്ടാക്കാൻ പോയപ്പോൾ രാകേഷ് ചവിട്ടുകൊട്ടയിൽ നിന്നുമെടുത്ത ഭക്ഷണവുമായി തിരികെ വന്നു. നിക്കു പായൽ, ഇന്ന് നീ ഈ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട. നോക്ക്, ഞാൻ എന്ത് നല്ല ഭക്ഷണമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും. മോനെ, ഇത്രയും നല്ല ഭക്ഷണം എവിടെ നിന്നും കിട്ടി നിനക്ക്? ഇന്ന് മാർക്കറ്റിൽ ഒരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ കുറേ നേരം നിന്നു. അപ്പോൾ അവർ എനിക്ക് ഭക്ഷണം പാക്ക് ചെയ്തു തന്നു. ആഹാ, കൊള്ളാമല്ലോ ചേട്ടാ. എത്ര വർഷം കഴിഞ്ഞിട്ടാ നമ്മൾ ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുന്നത്. കുറച്ചു നേരത്തിനുള്ളിൽ അവരെല്ലാം ചേർന്നിരുന്ന് വേസ്റ്റ് ഭക്ഷണം കഴിച്ചു. എന്നാൽ ഇതിനെപ്പറ്റി മോഹനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവർ സന്തോഷത്തോടെ കഴിച്ചു. അവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് മോഹനും സന്തോഷമായി. എന്നാൽ മനസ്സിലൊരു വേദന. ഞാൻ എന്തൊരു നീചനാണ്. എന്റെ കുടുംബത്തിന് ഞാൻ ചവറ്റുകുട്ടയിൽ നിന്നും എടുത്ത ഭക്ഷണം കൊടുക്കുന്നു. എന്നാൽ കുഴപ്പമില്ല, ഭക്ഷണം ചീത്തയായില്ലല്ലോ. ഇങ്ങനെ ചെയ്തെങ്കിലും ഇവരുടെ മുഖത്ത് കുറച്ച് സന്തോഷം കാണാൻ പറ്റി. എന്നാൽ പാതിരാത്രിയിൽ എല്ലാവരുടെയും വയറുകേടായി. എല്ലാവരും മൊന്തയുമായി ശൗചാലയത്തിലേക്ക് പോകാൻ തുടങ്ങി. മോഹനും ഒരുപാട് പോയതിനു ശേഷം അപ്പോൾ അമ്മ പറഞ്ഞു, മോഹൻ മോനെ, നീ എന്തു ഭക്ഷണമാ ഞങ്ങൾക്ക് കൊണ്ടുവന്നത്? ഞങ്ങളുടെ വയറെല്ലാം കേടായി. അവൻ എന്തെങ്കിലും മറുപടി പറയുന്നതിനു മുൻപേ പായൽ ഇടയ്ക്ക് കയറി പറഞ്ഞു, അമ്മേ, ഇതിൽ മോഹൻ ചേട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഇത്രയും നല്ല ഭക്ഷണം നമ്മൾ അടുത്തൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാ വയറുകേടായത്. ഇത് കേട്ടപ്പോൾ മോഹന് കുറച്ച് റിലാക്സായി തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മളുടെ കയ്യിൽ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പോലും പൈസയില്ല. ഒരു കാര്യം ചെയ്, കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കുടിക്കെല്ലാവരും. എല്ലാം ശരിയാകും. ഇതെന്റെ അമ്മൂമ്മയുടെ മരുന്നാണ്. എല്ലാവരും അങ്ങനെ ചെയ്തു. രാവിലത്തേക്ക് എല്ലാവരുടെ വയറും ശരിയായി. മോഹൻ ജോലിക്ക് പോവുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മോഹിനി അവനെ തടഞ്ഞു. ചേട്ടാ, ഞങ്ങൾക്കെല്ലാം മോമോസ് കഴിക്കാനായി തോന്നുന്നുണ്ട്. ചേച്ചിക്കും ആഗ്രഹമുണ്ട് മോമോസ് കഴിക്കാൻ. ചേച്ചിക്ക് മോമോസ് ഉണ്ടാക്കാൻ അറിയാം. വൈകുന്നേരം വരുമ്പോൾ മോമോസ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി വരാമോ? മോളെ, മോമോസ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇതെല്ലാം നമ്മളുടെ വീടിന്റെ വെളിയിൽ നമ്മൾ വിളവെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൈസയൊക്കെ കുറവല്ലേ, വീടെല്ലാം നോക്കി നടത്തണ്ടേ. എന്നാലും ഞാൻ ശ്രമിക്കാം. ശ്രമിക്കുമെന്നല്ല, കൊണ്ടുവരണം ചേട്ടാ. ഒരനിയത്തിക്ക് വേണ്ടി ഇത്രയും പോലും ചെയ്യില്ലേ? മോഹൻ അപ്പോൾ തന്റെ കണ്ണുനീർ വെളിയിൽ കാണിക്കാതെ അവിടെ നിന്നും വേസ്റ്റ് പറക്കാൻ പോയി. നടന്ന് നടന്ന് അവൻ കുറെ ദൂരം പോയിട്ടും അവനൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ എന്തൊരു നീചനായ ചേട്ടനാണ്. എന്റെ അനുജത്തിയുടെ ഒരു ആഗ്രഹം പോലും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പോയപ്പോൾ മോഹിനി അവനോട് പറഞ്ഞു, ചേട്ടാ, ചേട്ടന്മാർ അനിയത്തിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ചേട്ടൻ ഇതുപോലും ചെയ്യാൻ പറ്റില്ലേ? മോഹന്റെ ഭാര്യ പായൽ കുറച്ച് ബുദ്ധിയുള്ളവളാണ്. അവൾക്ക് തന്റെ ഭർത്താവിന്റെ വേദന കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് മോഹൻ പറയുന്നതിനു മുൻപേ അവൾ പറഞ്ഞു, പായൽ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഒരിക്കൽ സാധിച്ചു തരും നിന്റെ ചേട്ടൻ. നിന്റെ ചേട്ടനെ പറ്റി ഇങ്ങനെയൊന്നും പറയരുത്. ചേച്ചി, ഞാൻ വെറും മോമോസ് കഴിക്കണമെന്നല്ലേ പറഞ്ഞത്, വലിയ മാളിക വേണമെന്നൊന്നുമല്ലല്ലോ. നിനക്ക് മോമോസ് കഴിക്കണമല്ലേ? ഇന്ന് രാത്രി എല്ലാവർക്കും വേണ്ടി മോമോസ് ഉണ്ടാക്കാം. എന്നാൽ മോളെ, നമ്മുടെ കയ്യിൽ മോമോസ് ഉണ്ടാക്കാനുള്ള സാധനമൊന്നുമില്ലല്ലോ. അമ്മേ, നമ്മുടെ കയ്യിൽ ആട്ടയുണ്ട്, ഉപ്പുണ്ട്, എണ്ണയുണ്ട്, കത്തിക്കാൻ വിറകുമുണ്ട്, ഭക്ഷണമുണ്ടാക്കാൻ മണ്ണടുപ്പുമുണ്ട്. നമ്മളുടെ വീടിന്റെ മുൻപിൽ ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങെല്ലാം ഉണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു മോമോസ് ഉണ്ടാക്കാമെന്നേ. നിങ്ങളുടെ വായിൽ നിന്നും വെള്ളം വരും കണ്ടോ. കൊള്ളാമല്ലോ ചേച്ചി, എനിക്ക് ചേച്ചിയെ നല്ല വിശ്വാസമുണ്ട്. നല്ല മോമോസ് ഉറപ്പായും ഉണ്ടാക്കുമെന്ന്. അപ്പോൾ തന്നെ പായലും മോഹിനിയും വീടിന്റെ വെളിയിൽ പോയി. എല്ലാ പച്ചക്കറികളുമായി അടുക്കളയിലേക്കും വന്നു. മോഹിനി, നീ വേഗം മാവ് കുഴയ്ക്ക്. മോമോസിന് വേണ്ടി ഞാൻ കറിയുണ്ടാക്കാം. മോഹിനി മാവ് കുഴച്ചു. പായൽ എല്ലാ പച്ചക്കറികളും ഫ്രൈ ചെയ്തതിനു ശേഷം നല്ല മണവും വന്നു. ചേച്ചി, നല്ല മണങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് ഫ്രൈഡ് മോമോസ് ഉണ്ടാക്കി. അത് വെറും ആട്ടയും പച്ചക്കറിയും കൊണ്ടുണ്ടാക്കിയതാണ്. ചേച്ചി മായങ്ങൾ കാണിച്ചു. മോഹിനിയും പായലും ചേർന്ന് എല്ലാവർക്കും മോമോസ് വിളമ്പി. അമ്മായിയമ്മയും മോഹനും എല്ലാവരും ചേർന്നിരുന്ന് കഴിച്ചു. മോമോസ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്നാലും ഞാൻ സത്യസന്ധമായി പറയാം, ഇതുപോലത്തെ മോമോസ് വലിയ ഹോട്ടലുകളിൽ പോലും കിട്ടില്ല. അതേ പായൽ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. ഇതിന് ഇത്രയും രുചിയുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ടൊരു നാടൻ മോമോസ് കട തുടങ്ങിക്കൂടാ? അടുത്ത ദിവസം പായലും മോഹിനിയും വീടിന് വെളിയിൽ നാടൻ മോമോസ് ഉണ്ടാക്കി. ജനങ്ങൾക്ക് മോമോസിന്റെ രുചി വ്യത്യസ്തമായി തോന്നി. അങ്ങനെ
മോഹൻ വേസ്റ്റ് പറക്കുന്ന ജോലി നിർത്തി എല്ലാവരും സന്തോഷമായി ജീവിച്ചു.